ഹലോ ഹായ് നമസ്കാരം. ഞാൻ ഇന്ത്യാസ് ഖാൻ. ഫാൽക്കൺ എക്സ് PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയ സ്വപ്നവുമായിട്ടല്ലേ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ നിങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ കാണുന്ന ASM എന്നുള്ള ഈ സ്വപ്നവും നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന യാഥാർത്ഥ്യവും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറവാണെന്ന് ഓർത്തോണം. ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. ഇനിയുള്ള ഓരോ ദിവസം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചു വെച്ചിട്ടുള്ള ഈ സ്വപ്നത്തിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കണം. 1% വെച്ചെങ്കിൽ 1%. എന്തുവായാലും ഒറ്റ കാര്യമുള്ളൂ, അടുത്തുകൊണ്ടിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ സെഷൻ. അത് മാത്രമല്ല, PSC ഉപരി എല്ലാ കാര്യത്തിന്റെ അകത്ത് നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ തുടങ്ങാൻ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ചാനൽ, എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വളരെ ദൂരെ അല്ലെന്നും നമ്മൾ ഓരോ ദിവസം അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുവാണെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. 1% എങ്കിൽ 1%, അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലും പെട്ടെന്ന് അങ്ങ് എത്തും എന്നുള്ള കാര്യം ഓർത്തോണം. ഇനി ഈ സ്വപ്നം കാണാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് നേടിയെടുക്കാനുള്ള ധൈര്യവും നിങ്ങൾക്കുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു അടിപൊളി സെഷനായി ഇത് മാറട്ടെ. നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരുന്ന ഒരു അടുത്തൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയുള്ള ദിവസം കൊണ്ട് ASM നേടിയെടുക്കാൻ പറ്റും, ദൂരെയല്ല. അതിന് കാണേണ്ട പ്ലേലിസ്റ്റുകൾ ഞാൻ തരാം. ചെയ്യേണ്ട ക്യൂസ് സീരീസും കാര്യങ്ങളും PDF-ന്റെ എല്ലാം പറഞ്ഞു തരാം. നിങ്ങൾ പഠിച്ച് നേടിയെടുക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഒന്ന് വായിച്ചു തുടങ്ങിക്കേ. ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ മേക്ക് ഇറ്റ് സോ. മറക്കരുത്, നിങ്ങൾക്ക് അത് കാണാൻ ധൈര്യം വന്നു ആ സ്വപ്നം എങ്കിൽ നേടിയെടുക്കാൻ കഴിവുള്ളവരാ നിങ്ങൾ. ഇനി പിന്നോട്ടില്ല, മുന്നോട്ട്. പതുക്കെ ആണെങ്കിലും പകുതി വെച്ചാണെങ്കിലും മുന്നോട്ട്. അത്രമേ ഉള്ളൂ എല്ലാ കാര്യത്തിലും. ഓക്കെ, തുടങ്ങാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങുക. ഇതേപോലത്തെ ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നമ്മൾ പഠിക്കണേ. അതാണ് ഈ സെഷന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പം SATHE എന്ന് നമ്മൾ വായിക്കും അല്ലെ. എന്നത് ഡാഷ് എന്നതിലേക്കുള്ള ഒരു പദ്ധതിയാണ്. എന്തിലേക്കുള്ള പദ്ധതിയാണെന്ന് അറിയാമോ? വായിച്ച് പഠിച്ചോ. റെയർ ചോദ്യങ്ങളായിട്ട് വരുന്നതാ. സസ്റ്റൈനബിൾ ആക്ഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പം SATHE എന്നത് എന്തിലേക്കുള്ള ഒരു പദ്ധതിയാണ്? മനുഷ്യ മൂലധനത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള സുസ്ഥിര നടപടി വിദ്യാഭ്യാസമാണ് SATHE എന്നുള്ളത് ഓർത്തു വെച്ചോണം. സസ്റ്റൈനബിൾ ആക്ഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ, നിതി ആയോഗ് എന്ന് ഓർത്തു വെച്ചോണം. അടുത്തത്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കേരളത്തിൽ താഴെ പറഞ്ഞാൽ ഏതെല്ലാം ജില്ലകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അപ്പോ ഓർത്തു വെച്ചോ, വയനാടും പാലക്കാടും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോഴേ ഒരു റെഫറൻസ് അല്ലെ കൺഫ്യൂഷൻ, കോട്ടയം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. നിങ്ങൾ ഇത് തന്നെ പഠിച്ചു വെച്ചോണം. വയനാടും പാലക്കാടുമാണ്. അതേപോലെ ഇപ്പോഴത്തെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം പ്രകാരം കേരളത്തിലത്തെ എത്രയാ ഫീസ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പൊ കൊടുക്കുന്ന വേതനം എത്രയാണെന്ന് അറിയാമോ? 369 ആണ്. അപ്പൊ അത് ഓർത്ത് വെക്കുവോ. നിലവിൽ കേരളത്തിലേത് 369 രൂപയാണ്. ഈ 369 ചോദിക്കും. അതേപോലെ തന്നെ എത്ര രൂപ കൂടി എന്നുള്ളതും ചോദിക്കും. എത്ര രൂപ കൂടി എന്നറിയാമോ? 23 രൂപയാണ് കൂടിയതെന്നും ഓർത്തു വെച്ചോളും. ഇത് ഓർത്തു വെക്കുമല്ലോ. ആദ്യം നടപ്പിലാക്കിയ വയനാടും പാലക്കാടും മൊത്തത്തിൽ 369 രൂപയാണ്. നിലവില് കൂടിയത് 23 രൂപയാണെന്ന് ഓർത്തോണം. ഓക്കെ അല്ലേ? ഈ ചോദ്യങ്ങൾ ഇനിയും കുറേ വരും. ഓക്കെ, അടുത്ത നോക്കാം. ഏഴുമല രാജവംശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൂഷക വംശ മഹാകാവ്യം രചിച്ചത് ആരാണ്? അതുലനാണ്. അതേപോലെ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിലുള്ള 3 തത്വങ്ങളായിട്ടുള്ള സാൻ മിൻഷുയി പലതവണ ചോദിച്ചു, ഇനിയും ചോദിക്കും. നിങ്ങൾ അത് എഴുതിയെടുക്കണം. സാൻ മിൻഷുയി എന്ന് പറഞ്ഞ 3 പ്രിൻസിപ്പിൾസ് ആരുടെയാണെന്നറിയാമോ? സൺ യാറ്റ് സെന്നിന്റേതാണ്. സൺ യാറ്റ് സെന്നും ചൈനീസ് റെവല്യൂഷനും PSC നോക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അത് കോൺകർ ചെയ്യും. നമ്മുടെ 1% ഇവിടുന്ന് തുടങ്ങുന്നെങ്കിലോ ഒരു കുഴപ്പമില്ല, നമ്മൾ നേടിയെടുക്കാൻ പോവുക. സൺ യാറ്റ് സെന്നിന്റേതാണ് അത്. ആ 3 പ്രിൻസിപ്പിൾസിൽ പെടാത്തത് എന്ന് PSC കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് പഠിച്ചു വെക്കണം. ഏതൊക്കെയാന്ന് പറയട്ടെ. നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. സാൻ മിൻഷുയി 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ എന്നുള്ളത് സൺ യാറ്റ് സെന്നിന്റേതാണ്. ഇനി ചൈനൽ റെവല്യൂഷൻ നടന്നത്, ഒത്തിരി പേര് കൺഫ്യൂഷൻ മെസ്സേജ് വായിച്ചു, അതുകൊണ്ട് പറഞ്ഞു തരുക. ചൈനൽ റെവല്യൂഷൻ നടന്നത് 1911 ആണെന്നും ചൈനീസ് റിപ്പബ്ലിക് ആയത് 1912 ആണെന്നും ഓർത്തു വെച്ചോണം. അതേപോലെ പിന്നെ നടന്നു 1949 ചൈനീസില് ഒരു റെവല്യൂഷനും കൂടെ നടന്നു. അത് കമ്മ്യൂണിസ്റ്റ് റെവല്യൂഷൻ ആണെന്ന് ഓർത്തോണം. ഓക്കെ, അത് ആരുടെ നേതൃത്വത്തിലായിരുന്നു അറിയാം? മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പൊ പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന ആയത്. എന്നാൽ സൺ യാറ്റ് സെന്നിന്റെ സമയത്ത് ചൈനീസ് റിപ്പബ്ലിക് ആയി അല്ലെ. എന്നാൽ മാവോ സേതുങ്ങിന്റെ സമയത്ത് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയാണ്. അതേപോലെ ലോങ് മാർച്ച് 1934 ആണെന്നും പിന്നെ സാംസ്കാരിക വിപ്ലവം 1966 ഓർത്തു വെച്ചോളം. ഇത്രയും പ്രധാനപ്പെട്ടതാണ്. ഈ സൺ യാറ്റ് സെന്നിന് ശേഷം കുമിങ്താങ് പാർട്ടി നേതൃത്വം നൽകിയത് ആരാന്ന് PSC ചോദിച്ചു. അത് ചിയാൻ കൈ ഷേക്ക് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സൺ യാറ്റ് സെന്നും ചിയാൻ കൈ ഷേക്കും ഏത് പാർട്ടിയുമായി ബന്ധപ്പെട്ടതാ?
കുമിങ്താങ് പാർട്ടി എന്ന് ഓർത്ത് വെച്ചോണം. അപ്പൊ ഇത് വായിക്കാമല്ലോ, കിട്ടുമല്ലോ, കിട്ടണം. അടുത്ത രോഗകാരിയായിട്ടുള്ള സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷി അല്ലെ, ഓക്കെ, പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതിയായിട്ടുള്ള കർസാപ്പും ഓപ്പറേഷൻ അമൃതും PSC മാറി മാറി ചോദിക്കുന്നു. ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു ആസ്പെക്ട് ഉണ്ട് ഇതില്ല. എന്താന്ന് പഠിച്ചു വെക്കാം. ഈ കർസാപ്പ് കേരളത്തിൽ തുടങ്ങിയത് എപ്പോഴാണ്? ടഫായി മാറി 2018 ഒക്ടോബർ ആണെന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, 2018 ഒക്ടോബർ പഠിക്കാമോ? ഇനി ഈ ഒരു സംഭവം അമൃത്, ഓപ്പറേഷൻ അമൃത് എന്നുള്ളതും കർസാപ്പ് എന്നുള്ളതും ഇമ്പോർട്ടന്റാ. ഓപ്പറേഷൻ അമൃത് ആണെന്നുണ്ടെങ്കിൽ 2024 ജനുവരിയിലാണ് ഈ ഓപ്പറേഷൻ അമൃത്. കർസാപ്പ് ആണെങ്കിൽ 2018 ഒക്ടോബർ. ഇതിന് രണ്ടിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. ആന്റിബയോട്ടിക്സ് നമുക്ക് പ്രധാനപ്പെട്ട ഒന്നാണ്. ചുമ്മാ വാരി വലിച്ച് ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് കൂടി വരും, അതിന്റെ എഫക്ട് കുറഞ്ഞു വരുമെന്ന് അർത്ഥം. അതിനു വേണ്ടിയാണ് ഈ കർസാപ്പ് പദ്ധതി 2018 ഒക്ടോബർ. പിന്നെ അമൃത് എന്തൊക്കെ ഇതിൽ ഉദ്ദേശിച്ചുള്ളത്? പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പണ്ട് നമ്മൾ നേരെ പോയി മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ച ആന്റിബയോട്ടിക്സ് തരുമായിരുന്നു. ഇപ്പൊ അത് കൊടുക്കരുതെന്നുള്ളതും. അതേപോലെ മെയിൻ ആയിട്ട് ഓപ്പറേഷൻ അമൃതത്തിന്റെ അകത്ത് ഓവർഡോസ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻസ് ആണ് ഇത് രണ്ടും. ഓർത്ത് വെക്കണം, ചോദിക്കും, ഇനിയും വരും അത്. ഓക്കെ, അടുത്തത് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എപ്പോഴാ? ഇവിടെ നോക്കി പഠിച്ചോ. ഫെബ്രുവരി 2 ആണ്. ഫെബ്രുവരി 2 വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആണെന്നും ആ വെറ്റ്ലാൻഡ്സ് ഡേയുടെ തീം പഠിച്ചു വെച്ചോണം. അതും മാറി ചോദിക്കുന്നുണ്ട്. ഈ തീമുകളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതും എല്ലാ പ്രധാനപ്പെട്ട അവാർഡ്സും വെച്ച് കറണ്ട് അഫയേഴ്സിന്റെ ഒരു ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. 1.5 ലക്ഷം അടുപ്പിച്ചതായിട്ടുണ്ട് ആ വ്യൂവും. നിങ്ങൾ അത് കയറി നോക്കണം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി ASM-കാരൻ ഒരു വക അറിയാത്ത ഒരാൾ കണ്ടാൽ പോലെ ഏറ്റവും കുറഞ്ഞ 50 മാർക്ക് കിട്ടുന്ന പ്ലേലിസ്റ്റ് ഞാൻ തരാം. നിങ്ങൾ അതിൻ്റെ അകത്തെ മൊത്തം വീഡിയോ കണ്ടു തീർക്കുക പ്രാക്ടിക്കൽ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും ഒരു 20 വീഡിയോ കണ്ടു തീർത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ മാർക്ക് കിട്ടും. അതിലും അഡ്വാൻസ് പോകണമെങ്കിൽ നമ്മുടെ ബ്രഹ്മാസ്ത്ര കോഴ്സിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് പഠിച്ചോ. വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ഉണ്ട്. പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ളത് ഓർത്ത് വെച്ചോണം. അപ്പൊ എത്ര? ഫെബ്രുവരി 2 ആണ്. ഇതും വായിക്കാമല്ലോ, കണ്ടല്ലോ, റെഡി അല്ലേ? അടുത്ത നോക്കിക്കേ. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച് ഐക്യരാഷ്ട്ര സമ്മേളനം എർത്ത് സബ്മിറ്റ് ബ്രസീൽ റിയോ ഡി ജനീറോയിൽ നടത്തിയ വർഷം ഏതാണ്? അറിയാമോ? എർത്ത് സമ്മിറ്റ് 1992 എർത്ത് സമ്മിറ്റ് 1992. ഇനി IUPAC സ്ഥാപിതമായ വർഷം ഏതാണ്? നിങ്ങൾ എക്സാമിന് പോയിരിക്കും ഇതേപോലത്തെ കുറെ ചോദ്യങ്ങൾ വരും. അതായത് ഒരു രീതിയിലും ചിലപ്പോൾ കണ്ടു കാണത്തില്ല, ഒരു രീതിയിലും നമുക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റത്തില്ല. അതിന്റെ പേര് ഡൗൺ ആയി ബാക്കി ചോദ്യം കളയരുത്. ഞാൻ എല്ലാ എക്സാമിനും ഇത് എല്ലാ ക്ലാസ്സിലും ഇത് പറയാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ എന്തൊക്കെ ഓർത്ത് വെച്ചാലും നമ്മൾ ചിലപ്പോൾ മറന്നുപോകും. അതുകൊണ്ട് ഒന്നുകൂടെ പറയുക, ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ ബൈഹാർട്ടാക്കി പോകണം. ഒട്ടും അറിയാത്ത സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്യാൻ ഒരു കാരണവശാലും മടിക്കുകയും ചെയ്യരുത്. നമ്മളെ തോൽവിയല്ല, ഒരു നെഗറ്റീവ് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് വരുത്തി വെക്കരുത് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചോ. ഇനി വന്നാൽ ഇതെല്ലാം എഴുതണം. IUPAC സ്ഥാപിതമായിട്ടുള്ള വർഷം. അതെ, ഈ അടുത്ത വർഷത്തിൽ നടന്നില്ല പ്രധാനപ്പെട്ട റെയർ ചോദ്യങ്ങളാണ് കൊണ്ടുതരുന്നത്. ബാക്കി ഒട്ടുമുക്കാലുള്ളത് എല്ലാം 99% നമ്മുടെ ക്ലാസ്സുകൾ യൂട്യൂബിൽ തന്നെ ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റ് അവിടെ കിടപ്പുണ്ട് ASM-ന്റെ. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് സൂപ്പറായിട്ട് കിട്ടും. ഇനി അതിൽ നിന്നും കവിഞ്ഞ് എന്ത് ചോദിക്കാമോ അത് തന്നുകൊണ്ടേയിരിക്കും. പഠിച്ച് നേടിയെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കാണുന്ന ആ സ്വപ്നം ഒത്തിരി ദൂരെ അല്ല. ഓരോ ചോദ്യം ചെയ്യുമ്പോഴും നിങ്ങൾ അടുത്തോണ്ടിരിക്കുക, ഓരോ വീഡിയോ കണ്ട് പഠിക്കുമ്പോഴും അടുത്തോണ്ടിരിക്കുക, ഓരോ തവണ റിവൈസ് ചെയ്യുമ്പോഴും അടുക്കുകയാണ്. ഇനിയുള്ള ദിവസമാണ് നിർണായകം. ഇതുവരെ പഠിച്ചവർ ഉഴപ്പിയ റാങ്ക് പോവും, അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങിയവർ ഇനി പോയില്ലേലും അവർ റാങ്ക് പോവും. നിങ്ങൾ ഇപ്പോഴേ കണ്ടിന്യൂ ചെയ്യുക. ഇത്രയും എക്സാമുകൾ പ്രിപ്പയർ ചെയ്ത് വന്നവരല്ലേ നിങ്ങൾക്ക്. നിങ്ങളുടെ ലൈഫിൽ എഴുതിയ അടിപൊളി PSC എക്സാം ആയി ഇത് മാറും. അതുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകണം. സ്വന്തമായിട്ട് നമ്മൾ തന്നെ പറയണം, ഞാൻ നേടിയെടുക്കും, എന്റെ എക്സാം ആയ ASM എന്ന് വിചാരിച്ച് തന്നെ പഠിക്കണം. അപ്പം IUPAC സ്ഥാപിതമായത് 1919 IUPAC എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നാണ്. അടുത്തത് എൻമകജെ. കുറച്ച് നാൾ മുങ്ങിപ്പോയി ചോദ്യം, പക്ഷെ ഇനി ഉറപ്പായിട്ടും വരും. എൻമകജെ എന്ന ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ഇത് നോവലാണെന്ന് ഓർത്ത് വെച്ചോണം. എൻമകജെ ആരുടേതാ? എൻമകജെ അംബികാസുധൻ മങ്ങാട്. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. എൻമകജെ അംബികാസുധൻ മങ്ങാടാണ്. സാഹിത്യം എന്ന ഏത് ടൈപ്പിലാ? നോവലാണെന്ന് ഓർത്തോണം. അതേപോലെ VT ഭട്ടതിരിപ്പാടിന്റെ 1929 അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. ഓക്കെ, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നുള്ളത് ഏത് കാറ്റഗറിയിൽ വരുമെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് നാടകവുമാണ്. ഇത് രണ്ടെണ്ണം ഓർത്ത് വെക്കുവോ? പഠിക്കണം. അടുത്ത നോക്കിക്കേ. ഏത് കമ്പനിയാണ് വാട്സൺ AI ആരംഭിച്ചത്? നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഗൂഗിളിൻ്റെതാണെന്നുണ്ടെങ്കിൽ AI ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ ജെമിനി ആണെന്ന് ഓർത്ത് വെച്ചോണം. ഗൂഗിൾ ജെമിനി എന്ന് പറയും. മൈക്രോസോഫ്റ്റിന്റെ ആണെങ്കിൽ കോപൈലറ്റ് ആണെന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, കോപൈലറ്റ് ആണ് മൈക്രോസോഫ്റ്റിന്റെ എന്ന് ഓർത്ത് വെച്ചോണം. ഇനി വാട്സൺ AI ആണെങ്കിൽ IBM ആണ്. റെയർ ടഫ് ചോദ്യമാണ്, ഇത് പഠിച്ചു വെച്ചോണം.
അടുത്തത് കേരളത്തിലെ അക്ഷയ പദ്ധതിയെ കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? അക്ഷയ പദ്ധതികൾ, അതേപോലെ കുറെ ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിട്ടാണ് ഈ സെഷൻസ് ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ASM എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ വരണമെന്നും വന്നിട്ട് നിങ്ങൾ എഴുതിയെന്നും നിങ്ങൾ വന്ന് പറയും. അതിനുവേണ്ടി നമ്മുടെ കണ്ടന്റ് ടീം ചോദ്യത്തിലൂടെ കയറി ഇറങ്ങി ഉറങ്ങുക മാത്രമല്ല വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്സുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ദിവസം. ഇതിൻ്റെ അകത്ത് ഇന്ന് കറണ്ട് അഫയേഴ്സും ഉണ്ട്, മലയാളത്തിലത്തെ ലാസ്റ്റിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മലയാളമുണ്ട്. റീസെന്റ് ആയി ചോദിച്ചത് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതും റിട്ടേൺ നോട്ടായിട്ടും ഉണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം നമ്മുടെ ആപ്പിൽ. അത് എങ്ങനെയാണെന്നുള്ള ലാസ്റ്റിൽ പറഞ്ഞുതരാം. ഇപ്പൊ ഈ ഫ്ലോയിൽ അങ്ങ് പഠിച്ചോ. എപ്പോഴെങ്കിലും ഡൗൺ ആയ ഓർത്തോ, എല്ലാവരും ഡൗൺ ആവും. റാങ്ക് 1 കാരനും എല്ലാവരും ഡൗൺ ആവും. ആ ഒരു ഡൗണേ ഉള്ളൂ. മനുഷ്യരെല്ലാം ഡൗൺ ആവും. ദൈവങ്ങൾ വരെ ഡൗൺ ആയിട്ടുള്ള കഥകളാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് എല്ലാവരും ഈ ഒരു സംഭവത്തിൽ പല പല പ്രതിസന്ധികൾ പോകുമ്പോൾ ഡൗൺ ആവുമെന്നും അത് ജീവിതത്തിന്റെ ഭാഗമാണെന്നും പോരാട്ടത്തിന്റെ ഭാഗമാണെന്നും ഉള്ളത് മറക്കരുത്. അപ്പൊ അക്ഷയ പദ്ധതിയെ കുറിച്ച് താഴെ പറഞ്ഞതിൽ തെറ്റ് ഏതാണെന്നറിയാമോ? ഇത്ര ഉള്ളു തെറ്റിപ്പോ വായിച്ചു വെക്കേണ്ട. ഇത് 2002 ഇനി ഒന്ന് ശരി എല്ലാം കൂടെ ഒന്ന് വായിച്ചേ. കാരണം അക്ഷയ വെച്ച് ഇങ്ങനെ ചോദിക്കും, ഈ ഗവേണൻസ് വെച്ചും വിവരാവകാശം വെച്ചും ഇങ്ങനെ തന്നെ ചോദിക്കും. സംസ്ഥാനത്ത് ഈ സാക്ഷരത നൽകുന്നതിനായി അക്ഷയ പദ്ധതി ആരംഭിച്ചു. ഈ സാക്ഷരത നൽകുന്നതിനായിട്ടാണ് അക്ഷയ പദ്ധതി 2002 അല്ലേ? ഏതാ? പൈലറ്റ് ഇംപ്ലിമെന്റേഷൻ 2002. മെച്ചപ്പെട്ട സേവന വിതരണത്തിലൂടെ മികച്ച പൗര ഭരണ പങ്കാളിത്തം അല്ലെ? അപ്പം പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു. അക്ഷയ പദ്ധതി ആദ്യം ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. അക്ഷയ മലപ്പുറം. അപ്പൊ ഇപ്പൊ നമ്മൾ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം നടപ്പിലാക്കിയിട്ടുള്ള ജില്ലകൾ പറഞ്ഞു. റീകളക്ട് ചെയ്ത് നോക്കിക്കേ, കമന്റ് ചെയ്ത് നോക്കിക്കേ, അതവിടെ കിട്ടണം. ഇവിടെ അക്ഷയയുടെ ആണെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയാണ് ഓർത്തോണം. അതേപോലെ പൈലറ്റ് ഇംപ്ലിമെന്റേഷൻ 2002 ഇങ്ങനത്തെ ചോദ്യം തന്നാൽ ടഫാ. പിന്നെ നമുക്ക് കൂട്ടത്തിൽ ഇതിൽ 2 വന്ന് നിൽക്കും. ഈ എക്സാമിന് ചോദ്യം വന്ന് ഈ 2 ഏതാന്ന് വന്ന് നിൽക്കും. മലപ്പുറം എന്നുള്ളത് ഇനി തെറ്റിക്കരുത് നിങ്ങൾ ഒരിക്കലും. മലപ്പുറം ഇമ്പോർട്ടന്റ് ഫാക്ട് 2002 ആണെന്നുള്ളത് ഓർത്തോണം. ഇനി ഇത് വന്നാൽ തെറ്റിക്കരുത്, അത്രേ ഉള്ളൂ. അടുത്തത് തിരുവിതാംകൂർ കലാപത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വാഴ്ത്തപ്പെട്ട വിളംബരം തിരിച്ചറിയുക. ഇതിന്റെ ചോദ്യം ലെവൽ ഡിഫിക്കൽറ്റി എത്രയാണെന്നറിയാം? ഡിഗ്രി ലെവൽ മെയിൻസ്. ഒന്നുകൂടെ എടുത്ത് പറഞ്ഞ SA മെയിൻസ്. പക്ഷെ നിങ്ങൾക്ക് ഇത് എളുപ്പം. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഒരു ഞെട്ടൽ വരുന്നില്ലേ? അതിനി ഒരിക്കലും വരരുത്. എന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. തിരുവിതാംകൂർ കലാപത്തിന്റെ മാഗ്ന കാർട്ട ഏതേതാ? കർഷകരുടെ മാഗ്ന കാർട്ട ഭണ്ഡാരപ്പാട്ട വിളംബരമാണ്. കണ്ടോ? ഓക്കെ അല്ലേ? പട്ടം വിളംബരം 1865. അതേപോലെ ജമ്മു കൂടി ആൻഡ് റെഗുലേഷന്റെ വർഷം കൂടെ ഒന്ന് കമന്റ് ചെയ്തേ നിങ്ങൾ. ഇത് ഇങ്ങനെ ടഫ് ആക്കിയും ചോദിക്കാം. നമുക്ക് അറിയാവുന്ന എല്ലാ ചോദ്യങ്ങളും PSC മാറ്റിയും മറിച്ചും ചോദിക്കും. നമ്മളെ ഡൗൺ ആക്കാൻ പ്രിപ്പയർ ആകുക. നമ്മളിപ്പോ ഏറ്റവും ടോപ്പ് ആകാനാണ് പഠിക്കുന്നത്. ജസ്റ്റ് GK പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാനല്ല, റാങ്ക് ലിസ്റ്റ് വരാനാണ് ഈ സെഷൻസ് എല്ലാം ചെയ്യുന്നത്. അതിന് വേണ്ടി ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ട് തരും. നിങ്ങൾ അത് ഫേസ് ചെയ്യും, ഇംപ്രൂവ് ചെയ്യും. അപ്പം സ്വപ്നം ഒന്നുകൂടെ അടുത്ത് നമ്മൾ മറക്കരുത്. അപ്പം പട്ടം വിളംബരം 1865. ഇതിൽ നിന്നും ഇങ്ങനെ തന്നെ എഴുതണേ. ഓക്കെ. അടുത്തത് പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയം പേരൂർ സുന്നഹദോസ് 1599 അധ്യക്ഷൻ. ഈ ചോദ്യം പഠിച്ചു വെച്ചോണം. ഉദയം പേരൂർ സുന്നഹദോസ് 2021 മുതലാണ് PSC ചോദിക്കാൻ തുടങ്ങിയത്. ഉദയം പേരൂർ സുന്നഹദോസ് കഴിഞ്ഞിട്ട് ഉടനെ കൂനൻകുരിശ് പ്രതിജ്ഞയും PSC ചോദിച്ചു. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും ഇപ്പൊ പഠിച്ചു വെച്ചോണം. ഈ ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മൾ ഫുള്ള് പഠിക്കാൻ പോകുക. കുറച്ചേ ഉള്ളൂ, ചോദിച്ചതെല്ലാം നിങ്ങൾക്ക് ഇപ്പൊ കിട്ടും. ഒന്ന് ഉദയം പേരൂർ സുന്നഹദോസ് ആണ് 1599. ഓക്കെ. ഉദയം പേരൂർ സുന്നഹദോസ് എന്താന്ന് വായിച്ചു വെച്ചു. നമ്മുടെ കണ്ടന്റ് ക്ലാസ്സുകളെല്ലാം ഇങ്ങനെ ആയിരിക്കും. കണ്ടന്റ് ക്ലാസ് നിങ്ങൾക്ക് ഇനി വരുന്ന ബാച്ചുകൾക്ക് വേണ്ടി ലോങ് ടൈം ബാച്ച് തരുന്നുണ്ട്. റിവിഷൻ ബാച്ച് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാതെ സബ്ജക്ട് വൈസ് നമ്മുടെ ആപ്പിൽ അങ്ങോട്ട് തുടങ്ങും. നിങ്ങൾ കണ്ടിട്ടുള്ളതിലെ ഏറ്റവും വേൾഡ് ബെസ്റ്റ് ക്ലാസ്സുകൾ തന്നെ തരാനായിരിക്കും ഞങ്ങൾ ശ്രമിക്കുന്നത്. ഓക്കെ. ഉദയം പേരൂർ സുന്നഹദോസ് കേരളത്തിലെ ക്രൈസ്തവ സഭ, ഓക്കെ, കേരളത്തിലുള്ള ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയമാക്കുന്നു, റോമിനോട് അടുപ്പിക്കുന്നു. അതിനു വേണ്ടി കൂടിയിട്ടുള്ളതാണ് ഉദയം പേരൂർ സുന്നഹദോസ് 1599. 1599 കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയമാക്കുന്നു. ഉദയം പേരൂർ സുന്നഹദോസ് 1599. 1599. ഓക്കെ. ഈ 1599 813 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്നും അതിന് അധ്യക്ഷത വഹിച്ചത് അലക്സിസ് ഡി മെനസിസ് ആണെന്ന് ഓർത്തു വെച്ചോണം. അലക്സിസ് ഡി മെനസിസ് ആണെന്ന് ഓർത്തു വെച്ചോണം. അപ്പൊ എന്ത് ചെയ്തു? ഉദയം പേരൂർ സുന്നഹദോസ് നമ്മൾ പഠിച്ചു. ഉദയം പേരൂർ സുന്നഹദോസ് 1599 റോമിനോട് കേരളത്തിലെ ക്രൈസ്തവ സഭയെ വിധേയമാക്കുക. നേതൃത്വം കൊടുത്തത് അലക്സിസ് ഡി മെനസിസ് ആണ്. ഓക്കെ. അപ്പോ എന്ത് സംഭവിച്ചു? കേരളത്തിലുള്ള സുറിയാനി ക്രിസ്ത്യാനികൾക്ക് അത് എതിർപ്പായി മാറി. അപ്പൊ സുന്നഹദോസ് തീരുമാനങ്ങളെ മൊത്തത്തിൽ എതിർക്കുമെന്നും ബിഷപ്പുകളെ മൊത്തത്തിൽ എതിർക്കുമെന്നും പറഞ്ഞുകൊണ്ട്
എവിടെ വെച്ചാണെന്നറിയാമോ? നോക്കിയേ, സുറിയാനി ക്രിസ്ത്യാനികൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും AD 1653 മട്ടാഞ്ചേരിയിലത്തെ പഴയ കുരിശിന് മുന്നിൽ, എവിടെ വെച്ചാ? മട്ടാഞ്ചേരിയിൽ എന്ന് പറഞ്ഞ് ഇനി BS ചോദിച്ചാൽ നിങ്ങൾ എഴുതും, കാരണം ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി വരാനുള്ളതാ പറയുന്നത്. AD 1653 പഴയ കുരിശിന് മുന്നിൽ സമ്മേളനത്തിൽ ബിഷപ്പുമാരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കൂനിൻ കുരിശ് പ്രതിജ്ഞ. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഉദയംപേരൂർ സുനഹദോസ് ആണെങ്കിൽ 1599 അലക്സിസ് ഡി മെനസിസ്. കൂനിൻ കുരിശ് പ്രതിജ്ഞയാണെന്നുണ്ടെങ്കിൽ 1653 ആണെന്നും ഓർത്തു വെച്ചോണം. ഇത് രണ്ടെണ്ണം ചോദിച്ചു. ഓക്കെ ആണോ? റെഡി? ഇനി ഇത് കളയത്തില്ലല്ലോ. അപ്പൊ ബാ, ഇത് വേണേ കണ്ടേരെ കേട്ടോ. ഉദയംപേരൂർ സുനഹദോസ് ചർച്ച് ആണിത് കേട്ടോ, ഇതാ. ഓക്കെ, അപ്പം ഇതാണ് സംഭവം. ഇനി വായിച്ചേ. ഇനി ഇതും ഇതിന് റിലേറ്റഡ് ചോദിച്ചാൽ നിങ്ങൾ എഴുതുമോ? നിങ്ങളെ എഴുതൂ. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുനഹദോസ് 1599 അധ്യക്ഷൻ ആരാന്നറിയാമോ? ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് ആണെന്ന് ഓർത്തോളും. അപ്പൊ കൂനിൻ കുരിശ് പ്രതിജ്ഞ ആണെങ്കിലോ? കൂനിൻ കുരിശ് പ്രതിജ്ഞ 1653 ആണെന്ന് ഓർത്തു വെച്ചോണം. സുറിയാനി ക്രിസ്ത്യാനികളാണ് എതിർത്തതെന്നും ഓർത്തു വെച്ചോണം. റെഡി അല്ലേ? ഇത്തരം കാര്യങ്ങളും വായിച്ചല്ലോ, പഠിച്ചല്ലോ. ഓക്കെ, അടുത്തത് നോക്കിക്കേ. ഇതേ അടുത്ത് ശ്രദ്ധിച്ചോണേ. ചൈനീസ് നമ്മൾ പറഞ്ഞ പോലെ ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ഇപ്പൊ റെഗുലർ ആണ്. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെടുന്ന പേരെന്താ? നമ്മുടെ ക്ലാസ്സിൽ ഒരു സ്റ്റുഡന്റ് വരുമായിരുന്നു, അപ്പൊ ഞാൻ ആ കമന്റ് കാണുമ്പോൾ ഓർക്കുമായിരുന്നു, ഗെസ്റ്റാപ്പോ. ആ പേരിടാൻ ഇൻഫ്ലുവൻസ് ആയത് ഇതാണോ? രഹസ്യ പോലീസിന്റെ പേരാണ് ഗെസ്റ്റാപ്പോ. രഹസ്യ പോലീസിന്റെ പേരെന്തുവാ? ഗെസ്റ്റാപ്പോ ആണെന്ന് ഓർത്തു വെച്ചോണം. രഹസ്യ പോലീസ് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഉറപ്പായിട്ട് എക്സ്പെക്റ്റഡ് ആണെങ്കിലും ഇത്ര ഒന്ന് വായിച്ച് പഠിക്കുക. ഇനി വരുന്ന എക്സാമുകൾക്ക് ഇത് വരുമ്പോൾ നിങ്ങൾ പറയും നമ്മുടെ 1% എന്ന് പറയുന്നത് ഈ ഒരു പേജിൽ നിന്ന് കിട്ടിയെന്ന് പറയും. നോക്കിക്കോ. ഗെസ്റ്റാപ്പോ ഒന്ന് ചുവപ്പ് കാവൽ സേന ആണെന്നുണ്ടെങ്കിൽ ലെനിൻ. എന്തേ? ചുവപ്പ് കാവൽ സേന ലെനിൻ ആണെന്നും ചുവപ്പ് സേന മാവോ സേതുങ് ആണ്. റെഡ് ആർമി മാവോ സേതുങ് ആണെന്ന് ഓർത്തു വെച്ചോണം. ഈ മാവോ ഏതായിരുന്നു? പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന 1949 ലോങ് മാർച്ച് 1934 കൾച്ചർ റെവല്യൂഷൻ 1966 ചൈനീസ് ആദ്യം റിപ്പബ്ലിക് ആയത് 1911 സൺയാട്സന്റെ നേതൃത്വത്തിൽ കുമിങ്താങ് പാർട്ടി. റിവിഷൻ ആണ്, അതുകൊണ്ട് അപ്പം ഒത്തിരി സ്പീഡായി തോന്നുകയാണെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചിട്ട് കേൾക്കാം, അല്ലെങ്കിൽ സ്പീഡ് കുറച്ചിട്ടും കേൾക്കാം. ഓക്കെ, അപ്പൊ ചുവപ്പ് കാവൽ സേന ലെനിൻ, ചുവപ്പ് സേന മാവോ സേതുങ്, ചുവപ്പ് കുപ്പായക്കാരാണെന്നുണ്ടെങ്കിൽ ഗ്യാരി ബാൽഡി, കരിങ്കുപ്പായക്കാർ മുസോളിനി. ഒത്തിരി ചോദിച്ചതാ കരിങ്കുപ്പായക്കാർ മുസോളിനി, കരിങ്കുപ്പായക്കാർ മുസോളിനി. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ചോദ്യം എടുത്തിടാന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് എടുത്തിടുന്ന ചോദ്യങ്ങളായതൊക്കെ കളയല്ലേ. ബ്രൗൺ ഷർട്ട് ആണെന്നുണ്ടെങ്കിൽ ഹിറ്റ്ലർ. രഹസ്യ പോലീസ് ഗെസ്റ്റാപ്പോ. അടുത്തിടെ 2025 നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചോദ്യ പേപ്പറിൽ PS ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഹിറ്റ്ലറിന്റെ ബോഡി ഗാർഡ്സ്, ഹിറ്റ്ലറിന്റെ എലൈറ്റ് സ്ക്വാഡിന്റെ പേരെന്താണ്? ബോഡി ഗാർഡ്സിന്റെ പേരെന്താണ്? SS എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രഹ്മാസ്ത്ര കോഴ്സിന്റെ അകത്ത്. അപ്പൊ ആ ചോദ്യം പഠിച്ചു വെച്ചോണേ. ഹിറ്റ്ലറിന്റെ രഹസ്യ പോലീസ് ഗെസ്റ്റാപ്പോയും ബ്രൗൺ ഷർട്ട്സ് ഹിറ്റ്ലറിന്റെ ആണെന്നും ഹിറ്റ്ലറിന്റെ എലൈറ്റ് സ്ക്വാഡ് ബോഡി ഗാർഡ്സ് SS എന്നും പറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, SCHUTZSTAFFEL ഷുസ് സ്റ്റഫീൽ. ഓക്കെ, ഷുസ് സ്റ്റഫീൽ എന്നുള്ളത് ഓർത്തു വെച്ചോണം. ഓർത്തു വെക്കോ? ഓർത്തു വെക്കണേ. അടുത്തത് ഇതൊരു ചോദ്യമായിരുന്നു, അത് വന്നാൽ സ്കിപ്പ് ചെയ്യാനേ. ഇനി നിങ്ങൾ സ്കിപ്പത്തില്ല കേട്ടോ. നമ്മുടെ അടുത്ത 1% ആകാം ഇത്. അപ്പൊ ആ പ്രതീക്ഷയോടുകൂടി ഓരോ ചോദ്യം പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് ക്ലാസ്സിൽ നിന്നും ആരുടെയും ഒരു മോട്ടിവേഷൻ ഇല്ലാതെ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ചേരുംപടി ചേർക്കുക. നോക്കിക്കേ, ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഹാവ് ദ ബോഡി, ടു പ്രസന്റ് ദ ബോഡി, ശരീരം ഹാജരാക്കുക. അപ്പൊ 1, 2 അല്ലേ? ബാക്കി ഉള്ളതെല്ലാം ക്യാൻസൽ ചെയ്യും, കാരണം 1 നേരെ 2 വരുന്ന ബാക്കി 2 ഓപ്ഷൻസ് ഇല്ല. അടുത്തതോ മാൻഡമസ്. ഇങ്ങനെ ഓർത്താൽ മതി, മണ്ട മസ്റ്റ് ആയിട്ട് ചെയ്യും. മാൻഡമസ് മണ്ട മസ്റ്റ് ആയിട്ട് ചെയ്യൂ, മസ്റ്റ് ആയിട്ട് ചെയ്യൂ എന്ന് ആജ്ഞാപിക്കുന്നു. അടുത്തത് 2, 4 വന്നു. അപ്പോഴേ ഇത് ക്യാൻസൽ ചെയ്യാം, ഇത് മാർക്ക് ചെയ്യുന്നു നമ്മൾ. എന്നിട്ട് അടുത്ത ഉത്തരത്തിലേക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഓക്കെ ആണോ? എക്സാമോടെ അങ്ങനെ ചെയ്യണം. ഇനി പ്രൊഹിബിഷൻ ആണെന്നുണ്ടെങ്കിലോ സ്റ്റേ അല്ലെങ്കിൽ നിരോധനം എന്നറിയപ്പെടും. കോ വാറന്റോ ആണെന്നുണ്ടെങ്കിൽ എന്ത് അധികാരത്തിൽ അല്ലെ? ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കോടതി ഇഷ്യൂ ചെയ്ത റിറ്റ് ഏതാണെന്ന് PS ചോദിച്ചിട്ടുണ്ട്. ക്യോ വാറന്റോ ആണെന്ന് ഓർത്തു വെച്ചോണം. അപ്പൊ ഇത്രയും പഠിച്ചു വയ്ക്കാൻ പറ്റുമല്ലോ. ഇത്രയാണ് ഓർത്തോണേ. നമുക്ക് 5 റിറ്റ് ഉണ്ടെന്നും അത് ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തതെന്ന് ഓർത്തു വെച്ചോണം. ഇനി ഒരെണ്ണം കൂടെ ഉള്ളത് സെർഷ്യോറി എന്ന് പറയും. കീഴ്ക്കോടതി എടുത്ത് മേൽക്കോടതി പറയും ആ കേസ് ഇങ്ങ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇഷ്യൂ ചെയ്യുന്ന റിറ്റിന്റെ പേരാണ് സെർഷ്യോറി എന്നുള്ളത്. അപ്പൊ അതും കിട്ടിയല്ലോ. അടുത്തത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഈ കൂട്ടത്തിൽ ഏതൊക്കെയാണ് നോക്കാം. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 രാജ്യങ്ങള്, 2 നിരീക്ഷക രാജ്യങ്ങളും ഉണ്ട്. ശരി. ഓക്കെ,
ഐക്യരാഷ്ട്ര സംഘടനയുടെ ചോദ്യം നമ്മുടെ തന്നെ ആയിരിക്കും, നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചു. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നൻ ഘാനക്കാരനായിരുന്നു. ഇതിന് മുന്നത്തെ ആളാണ്. ഇപ്പോഴത്തെ ആരാ? അന്റോണിയോ ഗുത്രോസ്. അദ്ദേഹം പോർച്ചുഗലുകാരനാണ്, ഒത്തിരി തവണ ചോദിച്ചു. അതേപോലെ നേറ്റോ ഫോം ചെയ്ത വർഷം 1949. അതിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാ? മാർക്ക് റൂട്ടെ ആണ്, നെതർലൻഡുകാരൻ. ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാ, ഇനിയും ചോദിക്കും. അതേപോലെ UN തുടങ്ങിയ വർഷം 1945 ഒക്ടോബർ 24 ബൈഹാർട്ട് ചെയ്യണം. അതേപോലെ യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്. പാരീസ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെത് ജനീവ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെത് ജനീവ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെത് ജനീവ. ഹെൽത്തിയായി ജീവിക്കണം, തൊഴിൽ ചെയ്ത് ജീവിക്കണം എന്നൊക്കെ എത്താൻ മതി, ജനീവ. അപ്പൊ ജി ഇവിടെ വരും. റെഡി അല്ലേ? അതേപോലെ വേൾഡ് ബാങ്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ IBRD എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. വേൾഡ് ബാങ്കിന് പകരം IBRD എന്ന് ചോദിക്കും. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഏതാ? IMF. ഇതിന്റെ രണ്ടെണ്ണയും ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഷിംഗ്ടൺ DC ആണെന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, വാഷിംഗ്ടൺ DC ആണെന്ന് ഓർത്ത് വെച്ചോണം. ക്യാഷുമായി ബന്ധപ്പെട്ടതല്ല, ക്യാഷിൽ അലക്കി വെച്ചേക്കോ വാഷിംഗ്ടൺ DC. അപ്പൊ ഇത്രയും കിട്ടിയല്ലോ, ഇത് 4 എണ്ണം വരും. അതേപോലെ ലാസ്റ്റ് കൺട്രി ടു ജോയിൻ ദ യുണൈറ്റഡ് നേഷൻ വാസ് സൗത്ത് സുഡാൻ എന്നുള്ളതും PSC അടുത്തിടയ്ക്ക് ചോദിച്ചു, നിങ്ങളത് ഓർത്ത് വെച്ചോണേ. അടുത്ത നോക്കാം. നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റുകൾ എല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ യൂട്യൂബ് ചാനലിൽ തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അതിന് വേണ്ടി പ്രത്യേകം പോസ്റ്ററും ചെയ്തിട്ടേക്കും. കാരണം അല്ലാതെ എത്ര പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് കത്തത്തില്ല. അതുകൊണ്ട് പറയുക, യൂട്യൂബിൽ പോയി പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കാണാം. ഇനി മുതൽ പഠിച്ചു തുടങ്ങാം. കിടക്കുന്നുണ്ടോ? ഓക്കെ. ASM ഫൈനൽ റിവിഷൻ മസ്റ്റ് വാച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും. ഇതിൻ്റെ അകത്ത് 47 വീഡിയോസ് ഉണ്ട്. ആദ്യത്തെ 20 എണ്ണം മിനിമം നിങ്ങൾ കണ്ടു തീർത്തിരിക്കണം. കണ്ടു തീർക്കാമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 55 മാർക്ക് നിങ്ങൾക്ക് കിട്ടാം. ഏറ്റവും കുറഞ്ഞത് അതാ പറയുന്നത്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. നമ്മുടെ ബ്രഹ്മാസ്ത്ര കോഴ്സിന്റെ അകത്ത് റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും റിലേറ്റഡ് ഫാക്ടുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ബ്രഹ്മാസ്ത്ര കോഴ്സ് 15 സെഷൻസ് ആണ് ഇതിന്റെ അകത്തുള്ളത്. PDF-ഉം റെക്കോർഡും നിങ്ങൾക്കുണ്ട്. ഇപ്പോഴത്തെ പ്രൈസ് 99. അതോടനെ പ്രൈസ് ആക്കും. നിങ്ങൾക്ക് അതും ഉപയോഗിക്കാം. ഈ അടുത്തിടെ നടന്നിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും റിലേറ്റഡ് ഫാക്ടും പഠിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ടാവും. റെയർ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കിട്ടുകയും ചെയ്യും. അപ്പൊ അതിന് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇതെടുത്ത് കണ്ട് ആദ്യത്തെ 20 എണ്ണയിലും കണ്ടു തീർക്കണം. പിന്നുള്ളത് ഓരോ സബ്ജക്ട് വൈസ് ഉള്ളതും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്രഹ്മാസ്ത്ര കോഴ്സിന്റെ അകത്ത് ഫൈനലായിട്ട് പഠിക്കാൻ വേണ്ടി ഈ പ്ലേലിസ്റ്റും ആഡ് ചെയ്ത് മൊത്തത്തിൽ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ പോയി തപ്പണം, ഇവിടെ പോയി തപ്പണം, ഒരിടത്ത് തന്നെ അതും കണ്ടു തീർക്കാം. ഓക്കെ ആണോ? അടുത്തത് 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന. 73, 74 ഉറപ്പായിട്ടുള്ള ചോദ്യമാണ് അല്ലെ? അപ്പം 73മായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ളത് 11ാം പട്ടിക ഇതുമായി ബന്ധപ്പെട്ടതാണ്. ശരിയാണോ? ശരിയാണ്. ഭാഗം 9 ഈ 73ാം അല്ലെങ്കിൽ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? ശരി. 74ാമത്തെ ഭേദഗതി ആണെങ്കിലോ 12ാമത്തെ പട്ടികയുമായി ബന്ധപ്പെട്ടതാണ്. അതേത് ഭാഗമോ? 9A ബന്ധപ്പെട്ടതാണ്, മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടത് അല്ലേ? ഓക്കെ. ഇനി സ്ത്രീകൾക്ക് സീറ്റ് സംവരണം ചെയ്തു. ഒരു പുത്തനായിട്ടൊരാള് അല്ലെങ്കിൽ ഇച്ചിരി ആവറേജ് ആണെങ്കിൽ ഇതൊരു സംശയം വരും. സീറ്റ് സംവരണം ചെയ്തോ? അപ്പൊ കൺഫ്യൂഷനിൽ ഇടട്ടെ, നോക്കാം. എന്തായാലും തെറ്റായിട്ടുള്ള പ്രസ്താവന ചോദിച്ച സ്ഥിതിക്ക് ഒന്ന് ശരിയാണെങ്കിൽ ഒന്നുള്ളത് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇത് മാത്രം അങ്ങ് പോകും. നോർമൽ രീതിയിലേ പറയാം. നമുക്കറിയാവുന്ന 4 ചോദ്യങ്ങളോട് ഒരിക്കലും സ്റ്റേറ്റ്മെന്റ് വരുമെന്ന് പ്രതീക്ഷ പോവരുത്. നമുക്കറിയാവുന്ന ചോദ്യങ്ങൾ വെച്ച് എലിമിനേറ്റ് ചെയ്ത് കിട്ടും എന്നുള്ള പ്രതീക്ഷയെ പോയാൽ സൂപ്പറായിട്ട് പെർഫോം ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷയിൽ നിന്നും വിപരീതമായ ഒരു സംഭവം സംഭവിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ, മനസ്സിലാക്കാൻ സമയമെടുക്കും. നമ്മൾ അങ്ങനെ പതറുന്നത്. എക്സ്പെക്ട് ദ വേർസ്റ്റ്, പ്രിഫർ ഫോർ ദ ബെസ്റ്റ്. ഒന്നും നോക്കണ്ട. ഓക്കെ, ശരി. എല്ലാ കാര്യത്തിലും വേർസ്റ്റ് എക്സ്പെക്ട് ചെയ്യരുത്. നാളെ എക്സാമുകളുടെ കാര്യം ഞാൻ പറഞ്ഞത്, ഇത് റാങ്കിൽ കയറാനാണ് നമ്മൾ ഇത്രയും ഫോക്കസ് ചെയ്ത് പുഷ് ചെയ്ത് പഠിപ്പിക്കുന്നത്. ഉറപ്പായിട്ടും മാർക്കുകൾ കുറെ നിങ്ങൾ സൂപ്പറായിട്ട് നേടിയെടുക്കുക ഈ സീരീസ് കൊണ്ട്. അതിലൊരു മാറ്റവും ഇല്ല. റാങ്ക് വേണം, നിങ്ങൾക്ക് റാങ്ക് വേണം, എനിക്ക് റാങ്ക് വേണം. അത് നമ്മുടെ റാങ്ക് ആയിട്ട് എനിക്കത് വേണം, കൊണ്ടു തരണം. അപ്പം 73ാം ഭേദഗതി നിലവിൽ വന്നത് 1990-ലാണെന്നുള്ളതാണ് ഈ കൂട്ടത്തിലെ തെറ്റ്, പൊട്ടത്തെറ്റ്. നിങ്ങൾ പഠിച്ചോണം. 1993 ഓർത്തോണം നിലവിൽ വന്നത്. സ്ത്രീകളുടെ സീറ്റ് സംവരണോ ശരിക്കും ചെയ്തിട്ടുണ്ട്, ഇപ്പൊ തന്നെ പഠിച്ചോ. എന്നാൽ 1/3 സീറ്റ് നരസിംഹറാവു പ്രധാനമന്ത്രിയെ കാലത്താണ് ഈ ഭേദഗതി നിലവിൽ വന്നത്. ഈ 3 എണ്ണമാണ് ശരി. ഈ കൂട്ടത്തിൽ തെറ്റ് ഇത് മാത്രമാണ്. റെഡിയാണോ? അപ്പൊ ഒരു കാര്യം കൂടി ഇതിന്റെ അകത്ത് നോക്കണേ. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതി PSC ചോദിച്ചിട്ടുണ്ട്. 73ഉം 74ഉം ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ രൂപീകരണവുമായും ബന്ധപ്പെട്ടതാണ്. ഇത്തരം കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടുമോ? ടഫ് ചോദ്യം തന്നെ. താഴെ തന്നിട്ടുള്ളവർ ശരിയായിട്ടുള്ള പ്രസ്താവന ഈ കൂട്ടത്തിൽ ഏതാണ്? ഈ ഒരു ചോദ്യം നോർമൽ ഗതിയിലെ സ്കിപ്പാ. ഇതിലത്തെ ഓരോ കണ്ടൻസും
എടുത്ത് നിങ്ങളുടെ എക്സാമിന് വരും എന്നുള്ള പ്രതീക്ഷയെ കൊണ്ടു തന്നിട്ടുള്ള അങ്ങനെ തന്നെ ഇത് പഠിക്കണം. അതാകും നമ്മുടെ അടുത്ത 1%. ഇനി ഇത് വായിച്ചു നോക്കിക്കേ, തെറ്റ് വായിക്കണ്ട. ആദ്യത്തെ 1, 2, 3 പഠിക്കണം. ഇത് ആഴത്തിൽ ഇരിക്കുന്ന ഒരാൾക്കല്ല അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. 99% ആൾക്കാർ ഇത് സ്കിപ്പ് ചെയ്യേണ്ടതാണ്. അല്ലെ സ്കിപ്പ്, അല്ലെ അത്രയും പൊളിറ്റിക്സിലോട്ടോ ചരിത്രത്തിലോട്ടോ ഇരിക്കുന്ന ആൾക്ക് മാത്രമേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കിട്ടും. നിങ്ങൾക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരും, അതിൽ ഞെട്ടാൻ നിൽക്കരുത്. പ്രിപ്പയർ ആയി പൊക്കോ, ഇങ്ങനെയുള്ളത് ഒഴിവാക്കണം. എനിവേ പഠിച്ചോ. 1987 മുതൽ 91 വരെയുള്ള EK നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു K ചന്ദ്രശേഖരൻ. ഓക്കെ, കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം അത്. അതുകൊണ്ട് 2 ഉള്ളതെല്ലാം ഉൾപ്പെടും എന്ന് പറയുമ്പോഴും ഈ 2 ഓപ്ഷൻസ് അവിടെ പോയി കിട്ടും കേട്ടോ. മിനിമം 2 പോയി കിട്ടും. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തു, മിനിമം 2 പോയി കിട്ടും. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം കറക്കി കുത്തുന്നതിലാ കാര്യം. പക്ഷെ ഇത് ടഫ് ആയതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് എന്ന് പറഞ്ഞത്. ഇനി 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് PK അബ്ദുൾ റബ്ബ്. ഇത്ര ഓർത്ത് വെക്കാവോ. ഇത് 3 എണ്ണമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ D ആണ് ശരി. ഓക്കെ, ഓപ്ഷൻ D ആണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ മാത്രം കണ്ടെത്തണം. തെറ്റ് മാത്രമേ ഇവിടെ വരാവൂ. കാര്യക്ഷമമായ നികുതി, ഓക്കെ, സമ്പാദ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ചാണക്യനാണ്. പഠിച്ചോ. ഇതല്ലാത്ത പക്ഷം ടഫ് സംഭവങ്ങളിൽ വരുന്നതാ. ഇനി നിങ്ങൾക്ക് ചോദിക്കാനും വളരെ ചാൻസ് കൂടിയ ഒരു ചോദ്യമായത്. അപ്പം ആരാത് പറഞ്ഞേ? ചാണക്യനാണ്. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം എന്ന ആശയം അവതരിപ്പിച്ചത് അമർത്യ സെൻ ആണ്. കറക്റ്റ് ആണ്. ഇനി അധികാര വികേന്ദ്രീകരണവും സ്വാശ്രയത്വവും എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയുമാണ്. ശരിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ആശയം ദാദാബായുടേതല്ല, ഡ്രെയിൻ തിയറി അല്ലെ, ചോർച്ച സിദ്ധാന്തം ദാദാബായ് നവറോജിയുടേതാണ്. ഈ ദാരിദ്ര്യം എന്നുള്ളത് ആരുടെയാണെന്നറിയാമോ? ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. നമ്മുടെ ടെക്സ്റ്റിലുള്ള അമർത്യ സെൻ തന്റെ പഠനങ്ങൾ പ്രാധാന്യം നൽകിയ വിഷയങ്ങൾ ഏതൊക്കെ വിഷയങ്ങൾക്കാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ദാരിദ്ര്യം. ഓക്കെ, ദാരിദ്ര്യം. അമർത്യ സെൻ ഫോക്കസ് ചെയ്ത് ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം, അമർത്യ സെൻ. ഓർത്തു വയ്ക്കുമല്ലോ. ഈ 3 എണ്ണമാണ് ഈ കൂട്ടത്തിൽ ശരി. തെറ്റിതാണ് ശരി. ബാക്കി പഠിച്ചോ. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങളൊക്കെയായി ബന്ധപ്പെട്ടുള്ളത് കാർഷിക ഗ്രാമ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം, കുടിൽ അല്ലെ, ചെറുകിട വ്യവസായങ്ങൾക്ക് പ്രാധാന്യം. ഇനി സമത്വത്തിൽ അടിയുറച്ചിട്ടുള്ള സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തിയും സ്വാശ്രയവുമായിട്ടുള്ള അല്ലെ. ഓക്കെ, ഇതാണ് പ്രധാനമായും ഗാന്ധിജി ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓർത്തു വെക്കോ. ഈ JC കുമരപ്പ ആരാന്നറിയാമോ? ഗാന്ധിയൻ എക്കണോമിക്സ്. ഓക്കെ, ഗാന്ധിയൻ എക്കണോമിക്സ് എന്നുള്ളത് JC കുമരപ്പയുടെ ആണെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ ആണോ? ഇനി ശ്രീമാൻ നാരായണൻ, അതായത് SN അഗർവാൾ ആണോ? അല്ല, അത് വിട്ടോ. ഒന്ന് ഓർത്തെ, 2-3 കാര്യങ്ങൾ. ഒന്ന്, 1944 ബോംബെ പ്ലാൻ. ഓക്കെ, ബോംബെ പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ആണോ? അർദേശ് ദലാൽ നേതൃത്വം കൊടുത്തു. 1945 പീപ്പിൾസ് പ്ലാൻ. ഓക്കെ, പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവന്നു MN റോയ്. അതേപോലെ 1944 ഒരാളും കൂടെ ഉണ്ടായിരുന്നു. എന്താണെന്നറിയാം? ഗാന്ധിയൻ പ്ലാൻ. ഓക്കെ, ഗാന്ധിയൻ പ്ലാൻ അതായിരുന്നു SN അഗർവാൾ. ഓക്കെ, SN അഗർവാൾ ആണ് ഗാന്ധിയൻ പ്ലാൻ കൊണ്ടുവന്നത്. SN അഗർവാൾ ആണ്. ബോംബെ പ്ലാൻ ആണെങ്കിൽ 8 പ്രമുഖ വ്യവസായികൾ ചേർന്ന് അതില് ജോൺ മത്തായി ഉണ്ടായിരുന്നെന്ന് ഓർത്തു വെച്ചോണം. അർദേശ് ദലാലായിരുന്നു നേതൃത്വം. 1945 പീപ്പിൾസ് പ്ലാൻ അല്ലെ റാഡിക്കൽ പ്ലാൻ എന്ന് അറിയപ്പെട്ടതും MN റോയുടേതായിരുന്നു. 1944 ഗാന്ധിയൻ പ്ലാൻ ഉണ്ട്, ശ്രീനാരായൺ അഗർവാളിൻ്റെതാണ്. ഓക്കെ ആണോ? ശരി. 1950 ജയപ്രകാശ് ആണ് അല്ലെ, ജയപ്രകാശ് ആണ് സർവോദയ പ്ലാൻ. സർവോദയ പ്ലാൻ. ഇത്രയും ഓർത്തു വെച്ചോണം. ഇത്രയും പഠിക്കുമോ? അപ്പൊ ഇതും കൂടെ വായിച്ച് പഠിക്കുമല്ലോ. ഇതിന്റെ PDF ആപ്പിൽ കിട്ടുവേ, ഡൗൺലോഡ് ചെയ്തെടുക്കണേ. അപ്പം ആപ്പിന്റെ ലിങ്ക് എവിടാന്ന് ചോദിച്ച് കുറെ കമന്റ്സ് ഉണ്ട്. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്പിന്റെ ലിങ്ക് ഉണ്ട്, ടെലിഗ്രാമിന്റെ ക്വിസിന്റെ ലിങ്ക് ഉണ്ട്, എല്ലാം അവിടെ ഉണ്ട്. ഇനി താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യയിലെ നീളമേറിയ നദിയാണ് ബ്രഹ്മപുത്രയാണ്. ആണോ? കിട്ടുമോ? കിട്ടത്തില്ല. ഇത് കളയും നമ്മള് അല്ലെ. കാരണം ഗംഗ 25 എന്നുള്ളത് ഓർത്തു വെച്ചോളൂല്ലോ. ഓക്കെ, ഇന്ത്യയിലെ ഉപദ്വീപ നദികളിൽ നീളം കൂടിയത് കാവേരിയാണ്. തെറ്റ്. ഏതാ? ഗോദാവരിയാണ് അല്ലെ. ഗോദാവരി 1465 കിലോമീറ്റർ ആണ്. ഇത് ഓർത്ത് വെക്കുവോ? റെഡി അല്ലേ? ഇത് ഓർത്ത് വെച്ചോണം. നർമ്മദയും താപ്തിയും, നർമ്മദ 1312, താപ്തി 724 എന്നീ ഉപദ്വീപ നദികൾ അറബിക്കടലിലാണ് പതിക്കുന്നത്, അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ് എന്നോർത്ത് വെച്ചോണം. അപ്പൊ ഈ കൂട്ടത്തിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാ? 3ാമത്തേത് മാത്രമാണ്. പഠിച്ചോ? അടുത്തൊരെണ്ണം നോക്കിക്കേ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെന്നാ ചോദിച്ചിട്ടുള്ളത്.
ശരിയല്ലാത്തത് ഏത്? നമുക്ക് നോക്കാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. ഗ്രീൻ റെവല്യൂഷൻ നിങ്ങൾക്ക് വരും, നിങ്ങളത് എഴുതും, നമ്മൾ പറഞ്ഞത് തന്നെ ആയിരിക്കും. അപ്പൊ അതിലും ഒരു മാറ്റവും വേണ്ട. നമ്മൾ അടുത്തൊരു 1% നേരത്തെ ചെയ്ത 1%. മനസ്സിലായോ? നിങ്ങൾ ഈ 1% ഇമ്പ്രൂവ്മെന്റ് വെച്ച് ഓരോ ദിവസം പോകുമ്പോഴും ഓർത്തോണം, ഇതിന് മുന്നേ ചെയ്ത 1% നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ എപ്പോഴേലും പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഇല്ല, പ്രോഗ്രസ് ഇല്ല, ഡീമോട്ടിവേറ്റഡ് ആകുമ്പോൾ ഒരൊറ്റ കാര്യം ചെയ്യുക. ഒരൊറ്റ കാര്യം, ഒന്ന് തിരിഞ്ഞു നോക്കണം, നിങ്ങൾ എവിടെ നിന്നാ തുടങ്ങിയെന്ന്. അന്നത്തെ നിങ്ങളെ ഒന്ന് കമ്പയർ ചെയ്തേ. അന്നത്തെ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലായിരിക്കും, നിങ്ങൾ ഇപ്പോൾ ഉള്ള നിലയിലത്തെ ആളെ വെച്ച് കമ്പയർ ചെയ്താൽ. അപ്പോൾ നമ്മൾ അത്രയും പ്രോഗ്രസ് ഉണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ വെച്ച്, നമ്മൾ തുടങ്ങിയിടം വെച്ച് കമ്പയർ ചെയ്യണം, വേറൊരാളെ അല്ല. അത് പണ്ടത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന പൊട്ട പരിപാടിയാണ്. നമ്മളത് ഒരിക്കലും ചെയ്യും. നമ്മളെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടിരുന്നോ? ഓക്കെ, അത്രേ ഉള്ളൂ. തുടങ്ങിയിടം ആലോചിച്ചാൽ മതി, നമുക്ക് എന്തോരം ഗ്രോത്ത് ഉണ്ടെന്നറിയാം. അപ്പോ നാളത്തെ നിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തോരം അറിവായിട്ടായിരിക്കും അവിടെ നിൽക്കുന്നത്. ഓക്കെ ആണോ? ഇത് മാത്രം മതി മുന്നോട്ട് പോകാൻ. എപ്പോഴാണേലും ഓർത്തോണേ. അപ്പോ 1980 കാലഘട്ടത്തിൽ ആരംഭിച്ചു ആണോ? തെറ്റ്. PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാ. ഹരിത വിപ്ലവത്തിന്റെ ഫസ്റ്റ് ഫേസ് 1960 മുതൽ 70 വരെ അല്ലെ? ഒരു തവണ ഇങ്ങനെ ചോദിക്കും, 1960 മധ്യം മുതൽ 70 മധ്യം വരെ. രണ്ടാമത്തെ ഘട്ടമോ 1980 മധ്യം മുതൽ 1970 മധ്യം മുതൽ 1980 മധ്യം വരെ. ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും ആണിത്. ഓക്കെ ആണോ? ഫസ്റ്റ് ഫേസ് 1960 മുതൽ 70 വരെ, രണ്ടാമത്തെ 70 മുതൽ 80 വരെ. അതുകൊണ്ട് ഇത് തെറ്റാണ് അല്ലേ? ഓക്കെ, റെഡി ആണല്ലോ. അടുത്ത് ഡോക്ടർ S സ്വാമിനാഥനാണ് നയിച്ചിട്ടുള്ളത്. രാസവളം, കീടനാശികൾ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. ബാക്കി റിലേറ്റഡ് എല്ലാം നമ്മൾ ആ പ്ലേലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. അപ്പൊ ഇത് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് കിട്ടിയോ? ശരിയല്ലാത്തതല്ലേ? 2 മാത്രമാണ് ശരിയല്ലാത്തത്. ഇനി ശരി കിട്ടുന്നതുകൊണ്ട് അത് വെച്ച് ക്യാൻസൽ ചെയ്താൽ തന്നെ ഉത്തരങ്ങൾ ഇവിടെ വരും. അടുത്ത നോക്കിക്കേ, ഉറപ്പായിട്ട് എക്സ്പെക്ട് ചെയ്യണം നിങ്ങൾ വിഴിഞ്ഞവും ഈ പാലത്തിൻ്റെതും പിന്നെ ആക്സിയവും കാര്യങ്ങളും അതെല്ലാം ഇനി വരുന്ന ക്ലാസ്സുകളിലായിട്ട് ഓരോ ദിവസവും ഓരോന്നായിട്ട് പഠിപ്പിച്ചു തരാം. എക്സാമിന് പ്രിപ്പയർ ചെയ്ത് സൂപ്പറായിട്ട് പോകണം. കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ സൂപ്പറായിട്ട് സ്കോർ ചെയ്യും. GKയും സയൻസും മലയാളം ഇംഗ്ലീഷും എല്ലാം ഇവിടുന്ന് തന്നെ നിങ്ങൾ സൂപ്പറായിട്ട് സ്കോർ ചെയ്യും. ഒരു മാറ്റവും ഇല്ല. ഫുള്ള് വായിച്ചേ. ചിനാബ് റെയിൽവേ പാലത്തെ കുറിച്ച് തന്നിട്ടുള്ള പരാമർശങ്ങളിൽ ശരിയായത് ഏത്? റീസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള റെയിൽവേ പാലമാണിത്. ഭാരമുള്ള ശ്രീനഗർ ഉധംപൂർ റെയിൽവേ പാതയിലാണ് ചിനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. 1315 മീറ്റർ നീളമുള്ള പാലത്തിലെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേ ആയിരുന്നു. ഇത് ഇത്രയും ഒരു 4-5 തവണ നിങ്ങൾ വായിക്കണേ. into 5 times നിങ്ങൾ വായിക്കണം. ഉറപ്പായിട്ട് ഇനിയുള്ള എക്സാമുകൾക്ക് ഇത് നിറഞ്ഞു നിന്നിരിക്കും. പഠിക്കുമല്ലോ, ഉറപ്പ് തരണേ, പഠിക്കണം. അപ്പോൾ ഇനി ഈ എക്സാമിന്റെ ഒരു പ്രഷർ കഴിഞ്ഞോട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറയാത്തത്. ഡിഗ്രി ലെവൽ മെയിൻസ് എഴുതുന്നവരില്ലേ, SI മെയിൻസ്, സെക്രട്ടറി ടെസ്റ്റ് മെയിൻസ്, ഓക്കെ, അവർക്ക് വേണ്ടിയുള്ളതാണിത്. SBCD ഇൻക്ലൂഡഡ്. പ്രീവിയസ് ഇയർ നമ്മുടെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ്, മെയിൻസ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്റ്റും ഇന്ന് തന്നെ നമ്മൾ SI മെയിൻസിന്റെ ഒരു 4-5 ചോദ്യം ചെയ്തു. നിങ്ങൾക്ക് വേറെ എവിടെയും കണ്ടിട്ടില്ലാത്ത ചോദ്യങ്ങളാണ് അല്ലേ? ഒരു കാരണവശാലും അത് കാണാൻ ഒരു വഴിയില്ല. കാരണം മെയിൻസ് ലെവൽ ചോദ്യം ആ ലെവൽ എടുത്തിട്ട് മെയിൻസ് ആണെന്ന് പേടിപ്പിച്ച് നിങ്ങൾ പഠിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ ഇതിന്റെ ഇടയ്ക്ക് എടുത്തിട്ടത്. അതുകൊണ്ടാണ് നമുക്ക് താഴെ വരുമ്പോൾ 10th ലെവൽ 12th ലെവലിലോട്ട് എക്സാം വരുമ്പോൾ സിമ്പിൾ ആയിട്ട് കിട്ടുന്നതും. അത് മാത്രമാണ് റീസൺ. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ വെച്ച് പഠിപ്പിക്കുന്ന ബാച്ച് ആയത് 2AA ഉള്ളൂ. എക്സാം കഴിഞ്ഞ് റെഡി ആയിക്കൊണ്ട് റിസൾട്ട് വരുന്ന അന്ന് തന്നെ ചാടി കയറിക്കോണം. പ്രിലിംസിന്റെ വരുമ്പോഴത്തേക്കും ജോയിൻ ചെയ്തോണം. ഓക്കെ, 20 ലൈവ് സെഷൻസ് ആണുള്ളത്. PDF കൊണ്ട്, റെക്കോർഡ് കൊണ്ട്, ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അടിപൊളിയായി ഇമ്പ്രൂവ് ആയിട്ട് ഇറങ്ങത്തുള്ളൂ. ഓക്കെ, ശരി. അപ്പൊ നോക്കിക്കോ, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകരയാണ് അല്ലെ? അടുത്തൊരെണ്ണം നോക്കിക്കേ, താഴെ തന്നിരിക്കുന്നതിൽ ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? ഒന്നിൽ ഇത് തെറ്റിക്കും, അല്ലെ ഇത് സ്കിപ്പ്. പക്ഷെ ഇത് നല്ല ചോദ്യങ്ങളാണ്. ഒന്ന് വായിച്ചു നോക്ക്. 10th ലെവൽ മെയിൻസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലത്തെ 2 എണ്ണമായത്. ഒന്ന് നോക്കിക്കേ, കിട്ടുമോ എന്നുള്ളത്. അതിവിസ്തൃതമായിട്ടുള്ള വൃഷ്ടി പ്രദേശമാണെന്നും പിന്നെ സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത ഉണ്ടെന്നുള്ളത് ശരിയാണ്. കഠിനശിലകളായതിനാൽ ആഴം കൂടിയ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളത് തെറ്റ്. സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടി പ്രദേശമാണോ? അതുമല്ല. 1ഉം 3ഉം ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഇത് പഠിച്ചു പോണേ, റിപ്പീറ്റ് ചെയ്ത് വരും. അതേപോലെ ചുവടെ തന്നിട്ടുള്ളവയിൽ മില്യൺ സീറ്റുകളുടെ തോത് ഏത്?
ഇങ്ങനെ റേഷ്യോയോ ക്യാപിറ്റൽ ലെറ്ററിൽ എന്തെങ്കിലും വാക്കുകളോ തന്നാൽ നമ്മൾ ഞെട്ടിയിരിക്കും, പേടിച്ചിരിക്കും. ഉറപ്പാ അല്ലേ? ഒരു കാര്യം ഓർത്തെ, അതൊക്കെ പേടിക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് നമ്മൾ പോകുന്നതുകൊണ്ട് നമ്മൾ ഇനി ഞെട്ടത്തില്ല. മില്യൺ ഷീറ്റുകൾ, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. ഇനി ആ ലോജിക്ക് വെച്ചൊന്ന് നോക്കിക്കേ, ഇതാണ് 1:10 lakh അല്ലെ? മില്യൺ സീറ്റുകളുടെ തോത് 1:10 lakh ആണ്. അത് കിട്ടത്തില്ലേ? കിട്ടണം. അടുത്തത് പുറംപണി ഔട്ട്സോഴ്സിംഗുമായി ബന്ധമില്ലാത്തത് ഏത്? ഇമ്പോർട്ടന്റ് ചോദ്യം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടറിൽ നിന്ന് ചോദിക്കാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും ഇവിടുന്ന് തന്നെ ഇപ്പൊ തന്നെ കിട്ടി പഠിച്ചു പോകണം. ഉറപ്പിക്കണം ആ 1%. പുറംപണി ഔട്ട്സോഴ്സിംഗുമായി ബന്ധമില്ലാത്ത 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധമുള്ളതാണോ? അതെ. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതിലെ ഗ്ലോബലൈസേഷന്റെ ഭാഗമാണ് ഈ ഔട്ട്സോഴ്സിംഗ് അല്ലെ? വിദേശ രാജ്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും പണിയെടുക്കുന്നത് ഔട്ട്സോഴ്സിംഗ് ആണ്. BPO, ടെലികോളർ, വിദേശ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, വിദേശ രാജ്യത്തിന് വേണ്ടി പ്രോഗ്രാമിംഗ് ചെയ്യുന്നു, അതെല്ലാം ഇതിൽ പെടും. സേവന മേഖലയാണിത് അല്ലെ? BPO ആയാലും ഗവൺമെന്റ് ജോലി ആയാലും ടീച്ചിങ് ആയാലും ഡ്രൈവിംഗ് ആയാലും കുക്കിങ്ങും ഹോട്ടലും എല്ലാം വരുന്നത് ഇതിൻ്റെ അകത്ത് ഒരു സേവന മേഖലയിൽ വരും. അതൊക്കെയാണ് ശരി. ആഗോളവൽക്കരണം ഗ്ലോബലൈസേഷന്റെ ഭാഗമാണ്. ഭൂപരിഷ്കരണവുമായി ഒരു ബന്ധവുമില്ല. അപ്പൊ ബന്ധമില്ലാത്ത ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4മത്തേത് മാത്രമാണ് വരുന്നത്. ഓക്കെ ആണോ? ഇനി ഇവിടുത്തെ റിലേറ്റഡ് ഫാക്റ്റും ഷുവർ ആയിട്ടും എക്സ്പെക്ട് ചെയ്യേണ്ടത് പ്രൈമറി സെക്ടറിൽ പെടുന്നത് എന്തൊക്കെയാ? കൃഷിയുണ്ട് അല്ലെ? കൃഷിയുണ്ട്, ജലസേചനമുണ്ട്, മൈനിങ് ഉണ്ട്, ഇതെല്ലാം പ്രൈമറി സെക്ടറിൽ പെടുന്നതാ. സെക്കൻഡറി സെക്ടർ ഓക്കെ, ദ്വിതീയ മേഖലയിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്തൊക്കെ ചോദ്യങ്ങളാണെന്നറിയാവോ? കൺസ്ട്രക്ഷൻ ഓക്കെ, നിർമ്മാണം, കെട്ടിട നിർമ്മാണം, വൈദ്യുതി ഉൽപാദനം, മൺപാത്ര നിർമ്മാണം, ഇതൊക്കെ സെക്കൻഡറി സെക്ടറിൽ വരുന്നത്. PSC ചോദിച്ചു. അതേപോലെ ടഫ് ആക്കി അടുത്തിടയ്ക്ക് ചോദിച്ചു വാട്ടർ സപ്ലൈ ഓക്കെ, വാട്ടർ സപ്ലൈ ഏത് സെക്ടറിലാണ് വരുന്നത്? സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത് ഓർത്തോണം. ടെർഷറി സെക്ടറിലെ ബാക്കിയെല്ലാം ബാങ്കിങ്ങും ഡോക്ടറും പോലീസും ഗവൺമെന്റ് എംപ്ലോയീസും എല്ലാം വരുന്നത്, ടീച്ചിങ്ങും. ഓക്കെ, താഴെ പറയുന്നവയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള കുടുംബശ്രീയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെ? ശരിയായിട്ടുള്ളതാണ് ഇവിടെ വേണ്ടത്. ശരിയായിട്ടുള്ളത് മാത്രം മതി. വായിച്ചോ. കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകമാണ് നെയ്ബർഹുഡ് ഗ്രൂപ്പ്. അയൽക്കൂട്ടത്തിൽ പോയിട്ടുണ്ടോ? അടുത്തത് വാർഡ് തലത്തിലെ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. ശരിയാണോ? ശരിയാണ്. കുടുംബശ്രീ സംവിധാനത്തിന്റെ അടിത്തറയായി ലഘു സാമ്പത്തിക പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ് പദ്ധതി. റിപ്പീറ്റഡ് ചോദ്യം. മൈക്രോ ഫിനാൻസ് പദ്ധതി കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം ഈ കൂട്ടത്തിൽ ശരിയാണ്. ഇത്രയും കിട്ടിയോ? ഇനി എക്സ്പെക്ട് ചെയ്യേണ്ടതും റീസെന്റ് ആയി ചോദിച്ചിട്ടുള്ള മലയാളം കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് കേട്ടോണം. ഈ നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നോക്കിക്കേ. നിലാവാണെന്നുണ്ടെങ്കിലോ കൗമുദി, ചന്ദ്രിക, ചന്ദ്രകാന്തം, ജ്യോത്സന. അതൊക്കെയാണോ? റെഡി അല്ലേ? അപ്പം ഇത് പഠിക്കണം. അടുത്തത് കുതിരയാണെങ്കിലോ ഹയമുണ്ട്, പിന്നെ ഹേഷിയുണ്ട്, വാജി, തുരകമുണ്ട്, പിന്നെ ഘോടകമുണ്ട് അല്ലേ? ശരിയാണോ വായിച്ചേ? ഓക്കെ, വായിച്ച് പഠിക്കുമോ? ഇത് വേണം. അതേപോലെ തന്നെ ഇത് നോക്കിക്കേ. ബാലയമുണ്ട്, കഴുത. ബാഹുലയമുണ്ട്, ബാഹുബലി കാളയുമായിട്ട് മൽപ്പെടുത്തി നടത്തുന്ന കാളയാണ്. ഇനി ബാഹുഗം ആണെന്നുണ്ടെങ്കിൽ കുരങ്ങാണെന്ന് ഓർത്തു വെച്ചോണം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരും. ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോക്കോ, ഉറപ്പായിട്ട് ഉപകാരപ്പെടും. ഇനി മരക്കൊമ്പ് പിരിച്ചെഴുതിയാലോ? മര പ്ലസ് കൊമ്പാണ്. തണ്ടാറാണെങ്കിലോ തൺ പ്ലസ് താറാണ്. ഇത് ഓർത്ത് വെക്കുവോ? ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ അവനാണെങ്കിലോ ആ പ്ലസ് അള്ള്, അവളാണെങ്കിലോ ആ പ്ലസ് അള്ളാണെന്ന് ഓർത്തോണം. കണ്ടു ആണെങ്കിലോ കൺ പ്ലസ് തൂവാണെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ അല്ലേ? റെഡിയാണോ? ഇനി സിതമാണെങ്കിൽ വെളുപ്പ്, സിതത്തിന്റെ ഓപ്പോസിറ്റ് ചോദിക്കും. അപ്പൊ എന്താ? കറുപ്പ് വരും. നമ്മൾ കഴിഞ്ഞത് ചെയ്ത് നാഗമായിരുന്നു അല്ലെ? സ്വർഗം ഓപ്പോസിറ്റ് നരകം പറഞ്ഞായിരുന്നു. ഇവിടെ സിതം വെളുപ്പ്, അസിതമാണെങ്കിൽ കറുപ്പ് അല്ലെ? സിതത്തിന്റെ ഓപ്പോസിറ്റ് ചോദിക്കും, കറുപ്പാണ്. അപ്പൊ അതിൽ വരുന്നത്. ഇത്രയും കിട്ടിയോ? അടുത്തൊരെണ്ണം നോക്കിക്കേ. ദശകണ്ഠനെ കണ്ടോ? രാവണനാണ് അല്ലെ? 10 തല, ദേശം 10. നീലകണ്ഠനാണെങ്കിലോ ശിവനാണ്. ഓക്കെ, നീലകണ്ഠൻ ശിവനാണ്. ഇനി ഗാംഗേയനാണെങ്കിലോ ഗംഗാപുത്രൻ ഭീഷ്മർ ആണെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ ആണോ? അടുത്തിടെ ചോദിച്ച വേർണമാണ് രാധേയനും സൂതപുത്രനും ചോദിച്ച കർണനാണ്. ഓക്കെ, കർണനാണ്. കർണൻ ഫാൻസ് ഉണ്ടോ? അപ്പം അടുത്തൊരെണ്ണം നോക്കിക്കേ. അഫിഡവിറ്റ് എന്താ? സത്യവാങ്മൂലം. ഇമ്പോർട്ടന്റ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ കണ്ടിട്ടില്ലേ? ഡിസബിലിറ്റി ലീവ്. ഇനി അവശത അവധിയാണത്. ഇനി 60-ാം കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർദ്ധക്യമാണെന്നും. ഇനി അരക്കൻ
എന്ന് പറഞ്ഞാൽ വലിയ പിശുക്കനാണെന്ന് ഓർത്താൽ മതി, വലിയ പിശുക്കനാണെന്ന് ഓർത്താൽ മതി. അതേപോലെ ഇത് നോക്കിക്കേ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ അങ്ങോട്ട് എഴുതി 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 ഇത് പഠിക്കണം. സാമ്രാട്ട്, ഐച്ഛികം ഇല്ലേ, സ്വച്ഛന്തം, ഇനി അനാച്ഛാദനം, ഇതെല്ലാം ഈച്ച അച്ഛൻ്റെ ആണെന്ന് ഓർത്തോണം. ഇത്രയും സെറ്റായിട്ട് നിങ്ങൾ വായിക്കോ. ഇത് ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ വേണ്ടി PDF അവൈലബിൾ ആണ് നമ്മുടെ ആപ്ലിക്കേഷനിലെ. എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് ആപ്പ് അങ്ങോട്ട് തുറക്കണം, ഫ്രീ കോഴ്സസ് കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ക്ലാസ്സസ് എല്ലാം വരും. ഇന്നത്തെ ക്ലാസ് ഏറ്റവും മുകളിലും കാണും, ഇപ്പം നടന്നിട്ടുള്ളത്. അതിലങ്ങോട്ട് ക്ലിക്ക് ചെയ്യണം. ഇതെല്ലാം ASMന്റെ ആയതുകൊണ്ട് ASM എന്ന് ഇട്ടിട്ടുള്ളത് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ആണ്. അതുകൊണ്ട് അതിന്റെ PDFകളും ഗ്രൂപ്പിലും നമ്മുടെ ആപ്പിന്റെ അകത്തുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കയറിയാൽ ഇങ്ങനെ വരും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബ് വീഡിയോ കാണാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് ആപ്പിന്റെ അകത്താണ്. ഇതേപോലെ തന്നെ ഫ്രീ ടെസ്റ്റ് സീരീസിന്റെ അകത്ത് കറണ്ട് അഫയേഴ്സ് ഫുൾ ഉണ്ട്, ഇഷ്ടം പോലെ സ്കോർ ചെയ്യുക. അതേപോലെ സബ്ജക്ട് വൈസ് ഉണ്ട്, കയറി ഇറങ്ങി പഠിച്ചോണം, ഒന്നും നോക്കരുത്. ഇനി പെയ്ഡ് കോഴ്സസ് ആണ്, ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈ കോഴ്സിലും വന്ന് കിടക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ ബ്രഹ്മാസ്ത്ര കോഴ്സിന്റെ വാർ റിസൾട്ട് ആണിത്. ഇതിലുള്ളവർ ആരൊക്കെ ഉണ്ട് ഇപ്പം കമന്റ് ചെയ്യണേ. അപ്പം ഇത് എഴുതുമ്പോഴേ ഭയങ്കര സുഖം വരത്തില്ല, ഡൗണും ഇടയ്ക്കപ്പും, ഡൗണും ഇടയ്ക്കപ്പും. ആ മനസ്സ് ഒന്ന് സെറ്റ് ആക്കി എടുക്കും. എന്താ പറയാ, ഉടച്ചു വാർക്കും ആ ഒരു വാർ സീരീസ്. വാർ 1ഉം 2ഉം പബ്ലിഷ് ആയിട്ടുണ്ട്. നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് കുറെ വരുന്നത് അവിടെ വെച്ച് തന്നെ ടാക്കിൾ ചെയ്ത് അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. വാർ സീരീസ് അറ്റൻഡ് ചെയ്യണം. ഇത് നമ്മുടെ ബ്രഹ്മാസ്ത്ര പെയ്ഡ് കോഴ്സിന്റെ അകത്തുള്ളതാണ്. ഇനി അതല്ല, നമ്മുടെ ടെലഗ്രാമിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ടെലഗ്രാമിൽ ഡെയിലി 10:30 ഇന്നത്തെ ക്ലാസ്സിൻ്റെതും ഇന്നലെ നടന്ന യൂട്യൂബ് ക്ലാസ്സിൻ്റെയും ലൈവായിട്ട് ടെലഗ്രാമിൽ ക്യൂസ് നടക്കുവേ. അത് നോക്കിയാണ്, ടെലഗ്രാമിൽ ക്യൂസ് 10:30 ലൈവായിട്ട് നടക്കും. ഫ്രീ ആണ്. ഇതൊരു 500 രൂപ വെച്ചാൽ വാല്യൂ വരുമെന്ന് എനിക്കറിയാം. ഫ്രീ ആണ്. ഇതിലെ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളവരാ. അതേപോലെ ഓരോ ടോപ്പിക്കും എന്താ പറയുക, ഇപ്പൊ ഓരോ CPO കലാശക്കൊട്ട് എന്ന് പറഞ്ഞാൽ ആ വീഡിയോയുടെ ക്യൂസസ് ആണ് ഇത്രയും. അത് കഴിയുമ്പോൾ അടുത്ത ടോപ്പിക്കും കൊടുക്കും. നേരത്തെ ടോപ്പിക്കും ടെലഗ്രാമിലുണ്ട്. ഇന്ത്യൻ വ്യവസായം നിന്ന് അതിന്റെ ലീഡർ ബോർഡാണിത്. അതേപോലെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഡെയിലി ഉണ്ട്. എല്ലാ സബ്ജക്റ്റിന്റെയും ഒരുമിച്ചുള്ള ലൈവ് ക്യൂസസ് ആണ് അവിടെ നടക്കുന്നത്. ഇതുപോലത്തെ റാങ്ക് ലിസ്റ്റുകളിൽ ആദ്യം വന്നിട്ട് ആ PSCയുടെ റാങ്ക് ലിസ്റ്റിൽ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് കേട്ട് അപ്പോഴേ സെറ്റായി വന്നു. അതാണ് ഈ ഉറുമീസ് ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ നാളത്തെ റാങ്ക് ലിസ്റ്റുകളിൽ വരണം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ സെഷൻ. അടുത്തൊരു അടിപൊളി സെഷനിലേക്ക് കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഇംപ്രൂവ്മെന്റ് ആയി പോകണം. അടുത്ത ദിവസം അടുത്ത സെഷനുമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്. ബൈ.